ടെക് ലോകത്തെ വാർത്തകളിലേക്ക്. ₹2000 കൂടുതലുള്ള UPI ഇടപാടുകൾക്ക് GST ഇല്ലെന്ന് സർക്കാർ. കിംവദന്തികൾ അടിസ്ഥാനരഹിതം. ₹2000 കൂടുതലുള്ള യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ഇടപാടുകൾക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ചുമത്താൻ പദ്ധതിയിടുന്നുണ്ടെന്ന കിംവദന്തികൾ ധനകാര്യ മന്ത്രാലയം നിഷേധിച്ചു. അത്തരം അവകാശവാദങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും യാതൊരു അടിസ്ഥാനവുമില്ലാത്തതുമാണെന്ന് സർക്കാർ വിശേഷിപ്പിച്ചു. ₹2000 കൂടുതലുള്ള UPI ഇടപാടുകൾക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ചുമത്താൻ സർക്കാർ പരിഗണിക്കുന്നുണ്ടെന്ന അവകാശവാദങ്ങൾ പൂർണ്ണമായും തെറ്റാണ്, തെറ്റിദ്ധരിപ്പിക്കുന്നതും യാതൊരു അടിസ്ഥാനവുമില്ലാത്തതുമാണ്. നിലവിൽ സർക്കാരിന്റെ മുമ്പാകെ അത്തരമൊരു നിർദ്ദേശമില്ല. UPI വഴി ഡിജിറ്റൽ പേയ്മെന്റുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയാണിത്. ചില ഉപകരണങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന പേയ്മെന്റുകളുമായി ബന്ധപ്പെട്ട മർച്ചന്റ് ഡിസ്കൗണ്ട് നിരക്ക് പോലുള്ള ചാർജുകൾക്കാണ് GST ചുമത്തുന്നത്. 2020 ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് 2019 ഡിസംബർ 30 ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ വ്യക്തിവ്യാപാരി ഇടപാടുകൾക്കുള്ള MDR നീക്കം ചെയ്തു. നിലവിൽ UPI ഇടപാടുകൾക്ക് MDR ഈടാക്കാത്തതിനാൽ ഈ ഇടപാടുകൾക്ക് GST ബാധകമല്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. CNG PNG ഗാർഹിക വാതക വിതരണ നയത്തിൽ മാറ്റം. വിതരണം മെച്ചപ്പെടുത്തുകയും താങ്ങാവുന്ന വിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് വാതകം ലഭ്യമാക്കുകയുമാണ് ലക്ഷ്യം. പ്രകൃതിവാതകത്തിന്റെ ലഭ്യതയും താങ്ങാവുന്ന വിലയും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള ആഭ്യന്തര വാതക വിതരണ നയത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രധാന മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു. ഗതാഗതത്തിൽ ഉപയോഗിക്കുന്ന കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, ഗാർഹികോപയോഗങ്ങൾക്കായുള്ള പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നിവയുടെ വിതരണത്തിലാണ് മാറ്റം. പുതിയ നയമാർഗങ്ങൾ പ്രകാരം നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദം മുതൽ CNG PNG വിഭാഗങ്ങൾക്കുള്ള ഗാർഹിക പ്രകൃതിവാതക വിഹിതം 2 പാദം മുൻകൂറായി നൽകും. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഉൽപ്പാദകരായ ONGC, ഓയിൽ ഇന്ത്യ എന്നിവയുടെ നാമനിർദ്ദേശ മേഖലകളിൽ നിന്നുള്ള ന്യൂവെൽ ഗ്യാസ് വിഹിതവും ഇതിലുൾപ്പെടും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നിലവാരമില്ലാത്ത ഇലക്ട്രോണിക് ഉൽപ്പന്ന ഇറക്കുമതികളിൽ നിയന്ത്രണം വരുന്നു. ലോഹങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന നടപടികൾ ഇലക്ട്രോണിക്സ് മേഖലയ്ക്ക് തിരിച്ചടിയായേക്കും. ഗുണനിലവാരമില്ലാത്തതും വില കുറഞ്ഞതുമായ ഇറക്കുമതികളിൽ നിന്ന്, പ്രത്യേകിച്ച് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതികളിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കാനുള്ള കേന്ദ്രത്തിന്റെ നീക്കം അപ്രതീക്ഷിതമായി തിരിച്ചടിയാകും. അലുമിനിയം, സ്റ്റീൽ, ചെമ്പ്, മറ്റ് ഉയർന്ന അളവിലുള്ള അടിസ്ഥാന ലോഹങ്ങൾ എന്നിവ കേന്ദ്രത്തിന്റെ ഗുണനിലവാര നിയന്ത്രണ ഓർഡറുകളുടെ പരിധിയിൽ വരുന്നു. ഓട്ടോമോട്ടീവ്, വലിയ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. ഗുണനിലവാര നിയന്ത്രണ ഓർഡറുകൾക്ക് കീഴിൽ വരുന്ന ഉയർന്ന കൃത്യതയുള്ള വില കൂടിയ ലോഹങ്ങളുടെയും പോളിമറുകളുടെയും ഒരു ചെറിയ ശതമാനം ഇലക്ട്രോണിക്സ് നിർമ്മാണത്തിലെ പ്രധാന ഇൻപുട്ടുകളാണ്. കൂടാതെ ചില ഇറക്കുമതി നിയന്ത്രണങ്ങൾ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ടെന്നും വ്യവസായ എക്സിക്യൂട്ടീവുകൾ പറയുന്നു. ഇത് ഇന്ത്യയുടെ കയറ്റുമതി അപകടത്തിലാക്കും. PLI സ്കീമിന് കീഴിൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മൊബൈൽ ഫോണുകളുടെയും മറ്റ് ഗാഡ്ജറ്റുകളുടെയും നിർമ്മാണത്തിലെ ഘടകങ്ങളുടെയും ഉപ അസംബ്ലികളുടെയും നിർമ്മാണത്തിന് ഈ ഗുണനിലവാര നിയന്ത്രണം ഉൾക്കൊള്ളുന്ന ചില വസ്തുക്കൾ നിർണായകമാണ്. ഇതിന് കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഉൽപ്പാദനം നിർത്തിവെക്കാൻ വരെ സാധ്യതയുണ്ടെന്ന് ഇന്ത്യ സെല്ലുലാർ ആൻഡ് ഇലക്ട്രോണിക്സ് അസോസിയേഷൻ സർക്കാരിനെ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ IT മേഖലയിലെ നിയമനങ്ങളിൽ ഇടിവ്. നടപ്പ് സാമ്പത്തിക വർഷം IT സേവന മേഖല 10% വരെ വളരുമെന്ന് പ്രതീക്ഷ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പ്രധാന IT കമ്പനികളിലെല്ലാം നിയമനത്തിൽ കാര്യമായ കുറവുണ്ടായിട്ടുണ്ട്. ആഗോള മാക്രോ ഇക്കണോമിക് അനിശ്ചിതത്വങ്ങളും ക്ലയന്റ് ബജറ്റുകളും കർശനമാക്കുന്നതാണ് പുതിയ നിയമനങ്ങൾക്ക് തടസ്സമായത്. മുൻനിര സ്ഥാപനങ്ങളെല്ലാം ക്യാമ്പസ് റിക്രൂട്ട്മെന്റുകളും മന്ദഗതിയിലാക്കി. 2025 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ IT സേവന മേഖല 7 മുതൽ 10% വരെ വളരുമെന്നാണ് പ്രതീക്ഷ. 2026 സാമ്പത്തിക വർഷത്തിൽ 4 മുതൽ 4.5 ലക്ഷം പുതിയ തൊഴിലവസരങ്ങളുണ്ടാകുമെന്നാണ് വിദഗ്ധർ കണക്കുകൂട്ടുന്നത്. 2025 സാമ്പത്തിക വർഷത്തിൽ ഇൻഫോസിസ്, TCS, വിപ്രോ തുടങ്ങിയ മുൻനിര IT കമ്പനികളെല്ലാം 13,500 ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ട്. 2024 സാമ്പത്തിക വർഷത്തിൽ 3 കമ്പനികളും ചേർന്ന് 55,000-ലധികം ജീവനക്കാരെയാണ് വെട്ടിക്കുറച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. google.co.in ഇനിയില്ല, വെറും google.com മാത്രം. വിവിധ രാജ്യങ്ങളിലെ പ്രാദേശിക ഡൊമൈനുകൾ ഗൂഗിൾ നിർത്തലാക്കി. ഇന്ത്യക്ക് google.co.in, ജപ്പാന് google.co.jp, UAEക്ക് google.ae തുടങ്ങിയ രാജ്യങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഡൊമൈനുകൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കുമെന്ന് ഗൂഗിൾ പ്രഖ്യാപിച്ചു. ഇനി മുതൽ google.com എന്ന ഒറ്റ ഏകീകൃത ഡൊമൈൻ തന്നെ ഉപയോഗിക്കണം. ഏപ്രിൽ 15 മുതൽ ഈ മാറ്റം വന്നു കഴിഞ്ഞു. മുമ്പ് ഡൊമൈനുകളെ അടിസ്ഥാനമാക്കി ഗൂഗിളിന്റെ പ്രാദേശികവൽക്കരിച്ച പതിപ്പിലേക്ക് ഉപഭോക്താക്കളെ എത്തിച്ചിരുന്നു.
എന്നാൽ ഇപ്പോൾ ഉപഭോക്താവിന് ഏത് രാജ്യത്തിന്റെ സേവന പതിപ്പാണ് ലഭിക്കുന്നതെന്ന് ഡൊമെയ്ൻ സ്വയം നിർണ്ണയിക്കില്ല. പകരം തത്സമയ ഭൗതിക സ്ഥാനത്തെ അടിസ്ഥാനമാക്കി തിരയൽ ഫലങ്ങൾ സ്വയമേവ ക്രമീകരിക്കും. മാറ്റം പൂർണ്ണമാകുന്നതോടെ ലോകത്തെവിടെയായിരുന്നാലും എല്ലാവരെയും പ്രധാന google.comലേക്ക് റീഡയറക്ട് ചെയ്യുമെന്നും ഗൂഗിൾ പ്രഖ്യാപിച്ചു. തുടർന്നും ഉപഭോക്താവിന്റെ നിലവിലെ ലൊക്കേഷൻ അടിസ്ഥാനമാക്കി തന്നെയാവും സെർച്ച് റിസൾട്ടുകൾ ലഭിക്കുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.